ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നിങ്ങളെല്ലാവരും അടിപൊളിയായിട്ട് ഇനി വരാനിരിക്കുന്ന ഫിസിക്സിനും കെമിസ്ട്രിക്കും വേണ്ടി തയ്യാറെടുക്കുകയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. സോ അടിപൊളിയായി തന്നെ പെർഫോം ചെയ്യുക. സോ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫിസിക്സിൽ നിന്ന് കാണാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 7 ചാപ്റ്റേഴ്സിൽ നിന്നും എന്തായാലും പരീക്ഷയ്ക്ക് വരുമെന്ന് ഉറപ്പ് പറയാൻ സാധിക്കുന്ന ഏറ്റവും പോസിബിലിറ്റിയുള്ള ക്വസ്റ്റ്യൻസ് 15 എണ്ണമാണ് എൻ്റെ അനിയന്മാരെയും അനിയത്തിമാരെയും കാത്തിരിപ്പുള്ളത്. 35 മാർക്ക് നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കുന്ന 15 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. തയ്യാറാണെങ്കിൽ എന്നത്തെയും പോലെ ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ വേണ്ടി തുടങ്ങുക. അതുപോലെ തന്നെ ഇന്ന് രാത്രി കൃത്യം 8 മണിക്കാണ് ഫിസിക്സിന്റെ മെഗാ മാരത്തോൺ. 7 ചാപ്റ്റേഴ്സിനുള്ള എല്ലാ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഇന്നത്തെ ലൈവിൽ ഉണ്ടായിരിക്കും. ഗംഭീരമാക്കാം നമുക്ക്. ക്രിസ്മസ് പരീക്ഷയിൽ സൈലം പറഞ്ഞതു മാത്രമേ ചോദ്യപേപ്പർ ഉണ്ടായിരുന്നുള്ളൂ. ഇനി അങ്ങോട്ടും അതുപോലെ തന്നെ ആവട്ടെ. എല്ലാവരും കൃത്യസമയത്ത് വരിക, ലൈവ് അറ്റൻഡ് ചെയ്യുക, എല്ലാ ചോദ്യങ്ങളും പഠിച്ചെടുക്കുക കേട്ടോ. സോ ലേറ്റ് ആക്കുന്നില്ല, നമ്മൾ ഇവിടെയുള്ള 15 പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലോട്ട് കടക്കുന്നു. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്തായാലും ഉറപ്പ് പറയാൻ സാധിക്കുന്ന ഒരു സെഗ്മെന്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അഥവാ ട്രാൻസ്ഫോമറുമായി ബന്ധപ്പെട്ട ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ. മേ ബി സാധാരണഗതിയിൽ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയി തരാറുണ്ട്. ചിലപ്പോഴൊക്കെ ചില സാഹചര്യങ്ങളിൽ ഇതുപോലെ ചിത്രം നൽകിയിട്ട് ചോദ്യങ്ങൾ നൽകാറുണ്ട്. സോ നമുക്ക് ഒരു ഡിഫറൻസിന് വേണ്ടി ഞാനൊരു ഡയഗ്രാം ഓറിയന്റഡ് ആയ ക്വസ്റ്റ്യൻ ആണ് നിങ്ങളെ കാത്തു വെച്ചിരിക്കുന്നത്. സോ എല്ലാവരും ചോദ്യം ഒന്ന് മനസ്സിരുത്തി വായിക്കാവോടാ. ബേസ്ഡ് ഓൺ ദ ഗിവൺ ഡയഗ്രാം ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. താഴെ നൽകിയിരിക്കുന്ന ചിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ചിത്രം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഇവിടെ പ്രൈമറി കോയിലുള്ള നമ്പർ ഓഫ് ടേൺസ് അവർ കൃത്യമായി തന്നെ ചോദ്യത്തിനകത്ത് നൽകിയിട്ടുണ്ട്. 2000 ആണ്. സെക്കൻഡറിയിലുള്ള നമ്പർ ഓഫ് ടേൺസ് അതും അവർ ചോദ്യത്തിൽ നൽകിയിട്ടുണ്ട്, 500 ആണ്. സോ പ്രൈമറിയിലും സെക്കൻഡറിയിലുമുള്ള നമ്പർ ഓഫ് ടേൺസ് റെഡിയല്ലേ? ഇനി എന്തൊക്കെയാ ചോദ്യത്തിനകത്ത് പറയുന്നത്? ശ്രദ്ധിക്കടാ. വിച്ച് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ ഈസ് ദിസ്? ഇത് ഏതു തരം ട്രാൻസ്ഫോമർ ആണ്? വിച്ച് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ ഈസ് ദിസ്? ഏതു തരം ട്രാൻസ്ഫോമർ ആണ്? ശ്രദ്ധിക്കടാ മക്കളെ. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. സെക്കൻഡറിയിൽ ടേൺസിന്റെ എണ്ണം കുറവും പ്രൈമറിയിൽ നമ്പർ ഓഫ് ടേൺസ് കൂടുതലുമാണ്. അഥവാ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കോൺസെപ്റ്റ് ആണ്. എൻ പി ഈസ് ഗ്രേറ്റർ ദാൻ എൻ എസ് ആണ്. എൻ്റെ മക്കളെ നിങ്ങൾ പറയടാ, എൻ പി ഈസ് ഗ്രേറ്റർ ദാൻ എൻ എസ് ആണെങ്കിൽ ഇത് ഏതു തരം ട്രാൻസ്ഫോമർ ആണ്? ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ദിസ് ഈസ് എ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ഇതൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ് എന്ന കാര്യം മനസ്സിനകത്ത് ഉറപ്പിച്ചു വയ്ക്കുക. അടുത്ത ചോദ്യം. നെയിം ദ പ്രിൻസിപ്പിൾ ബേസ്ഡ് ഓൺ വിച്ച് ട്രാൻസ്ഫോമർ വർക്ക്സ്. ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തന തത്വം എന്താണ് എന്നാണ് രണ്ടാമത്തെ ചോദ്യം. ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താ മക്കളെ? എല്ലാവർക്കും അറിഞ്ഞിരിക്കണം. അത് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. പ്രൈമറി കോയിലിലെ കറണ്ടിലെ മാറ്റം മൂലം പ്രൈമറിയുമായി ബന്ധപ്പെട്ട മാഗ്നറ്റിക് ഫ്ലക്സിൽ മാറ്റം സംഭവിക്കും. അതുമൂലം സെക്കൻഡറിയിൽ EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന പ്രതിഭാസമാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ട്രാൻസ്ഫോമർ പ്രവർത്തിക്കുന്നത് എന്ന കാര്യം മനസ്സിൽ ഉറപ്പിക്കുക. റൈറ്റ്. ഇനി അങ്ങോട്ടാണ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത്. ശ്രദ്ധിക്കണം. സി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാറ്റഗറിയാണ്. നമുക്ക് സി ക്വസ്റ്റ്യൻസ് എല്ലാം അപ്രോച്ച് ചെയ്യണമെങ്കിൽ ഗിവൺ ഡാറ്റാസ് എഴുതണം. ഗിവൺ ഡാറ്റാസിൽ ആദ്യം പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്പർ ഓഫ് ടേൺസിനെ പറ്റിയാണ്. പ്രൈമറിയിലുള്ള നമ്പർ ഓഫ് ടേൺസ് 2000 ആണ്. സെക്കൻഡറിയിൽ 500 ആണ്. നമുക്ക് അവന്മാരെ ആദ്യം എഴുതി വെച്ചാലോ. നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി ഈക്വൽ ടു 2000, നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി ഈക്വൽ ടു 500. നമ്മൾ ആദ്യം അവന്മാരെ പിടിച്ചെഴുതി. അടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് ചോദ്യത്തിനകത്ത് പറയുന്നത്? ഇഫ് ദ ഔട്ട്പുട്ട് ഫ്രം ദ സെക്കൻഡറി ഓഫ് ദ ട്രാൻസ്ഫോമർ ഈസ് 50 വോൾട്ട്. ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിലൂടെയുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാണ്? 50 വോൾട്ട് ആണ്. അഥവാ സെക്കൻഡറി വോൾട്ടേജ് അവർ നൽകിയിട്ടുണ്ട് 50 വോൾട്ട്. പിന്നെന്താ പറയുന്നത്? ഔട്ട്പുട്ട് പവറും അവർ നൽകിയിട്ടുണ്ട് 10 വാട്ടാണ്. സെക്കൻഡറിയിലൂടെയുള്ള വോൾട്ടേജ് നൽകിയിട്ടുണ്ട്, സെക്കൻഡറിയിൽ ലഭിക്കുന്ന പവറും നൽകിയിട്ടുണ്ട്. പവർ 10 വാട്ടാണ്. അഥവാ ഔട്ട്പുട്ട് പവർ ഈക്വൽ ടു 10 വാട്ട്. കൃത്യമായിട്ട് മനസ്സിലായില്ലേ? സംശയമില്ലാലോടാ, ആർക്കും സംശയം ഉണ്ടാവില്ല. ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ ഇൻപുട്ട് വോൾട്ടേജ്? കണ്ടുപിടിക്കേണ്ട കാര്യം എന്താണ്? ഇൻപുട്ട് വോൾട്ടേജ് എന്താണ് എന്നാണ് ആദ്യത്തെ ചോദ്യം. നിസ്സാരമായി കണ്ടുപിടിക്കാലോ, വളരെ സിമ്പിളായി കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് ടേൺസും വോൾട്ടേജും തമ്മിൽ റിലേറ്റ് ചെയ്താൽ മാത്രം മതി. ഈ ഫോമുല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. സോ VP കണ്ടുപിടിക്കാം. ഫോമുല എന്താണ് മക്കളെ? VS ബൈ VP ഈക്വൽ ടു NS ഡിവൈഡഡ് ബൈ NP. ഇതാണ് നമ്മുടെ ഫോമുല. നമുക്ക് VP ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഞാൻ ഈ കംപ്ലീറ്റ് ഇക്വേഷൻ എന്ത് ചെയ്യാണ്? റെസിപ്രോക്കൽ എടുക്കുകയാണ്, തലകീഴായിട്ട് എടുക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കടാ, VP ബൈ VS ഈസ് ഈക്വൽ ടു NP ഡിവൈഡഡ് ബൈ NS എന്ന് വരും. കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഉൾട്ട എടുത്തു, കംപ്ലീറ്റ്ലി റെസിപ്രോക്കൽ എടുത്തു. ഇനി VP കണ്ടുപിടിക്കാലോ, അല്ലെങ്കിൽ റീഅറേഞ്ച് ചെയ്യുമ്പോൾ പലർക്കും തെറ്റിപ്പോവാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ റെസിപ്രോക്കൽ എടുത്തത് കേട്ടോ. ഇനി VP കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ശ്രദ്ധിക്കടാ മക്കളെ. സോ VP ഈസ് ഈക്വൽ ടു
എൻ പി ഡിവൈഡഡ് ബൈ എൻ എസ് ഇൻറ്റു വി എസ് എന്ന് വരും. എല്ലാ കാര്യങ്ങളും നമ്മുടെ കൈവശം ഇല്ലേ? എൻ പി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2000 സോ 2000 ഡിവൈഡഡ് ബൈ എൻ എസ് എത്രയാണ് മക്കളെ? എൻ എസ് എന്ന് പറഞ്ഞു വെച്ചാൽ 500 ഇൻറ്റു വി എസ് എത്രയാണടാ? വി എസ് എന്ന് പറഞ്ഞു വെച്ചാൽ 50. സിമ്പിളായിട്ട് നമുക്ക് ഇതിനെ കണ്ടുപിടിക്കാലോ, ഉത്തരം കണ്ടുപിടിക്കാലോ. നോക്കടാ മക്കളെ, ഇതാ 50 500ൽ 10 തവണ, 10 2000ൽ 200 തവണ. സോ ആൻസർ എത്രയാണ് കിട്ടുക? 200 വോൾട്ട്. സോ പ്രൈമറി വോൾട്ടേജ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അത് 200 വോൾട്ടാണ് നമ്മുടെ പ്രൈമറി വോൾട്ടേജ്. കൃത്യമായിട്ട് മനസ്സിലായില്ലേ? എല്ലാ അനിയന്മാർക്കും അനിയത്തിമാർക്കും മനസ്സിലായില്ലേ? ഒരു തരി സംശയമില്ലാലോ? ഇതാണ് ഒന്നാമതായിട്ട് അവർ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മളത് സെറ്റാക്കി എടുത്തു. ദർ ഇസ് എ സെക്കൻഡ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ കറണ്ട് ഇൻ ദ പ്രൈമറി? അഥവാ പ്രൈമറി കറണ്ട് കണ്ടുപിടിക്കണം. വി ഹാവ് ടു ഫൈൻഡ് പ്രൈമറി കറണ്ട്. വളരെ ലളിതമായി കണ്ടുപിടിക്കാം, ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ചോദ്യമാണ്. ഇതിനെ വളഞ്ഞ വഴികളിലൂടെയൊക്കെ കണ്ടുപിടിക്കാൻ സാധിക്കും. പക്ഷെ നമുക്ക് നേരെയുള്ള വഴിയിലൂടെ നോക്കിയാലോ? നേരെയുള്ള വഴിയിലൂടെ നമുക്ക് നോക്കാം. ശ്രദ്ധിക്കടാ മക്കളെ, പ്രൈമറി കറണ്ട് വളരെ ലളിതമായി കണ്ടുപിടിക്കാം. നമുക്കറിയാം, സാധാരണഗതിയിൽ നമ്മുടെ ചോദ്യങ്ങളിലെല്ലാം തരുന്നത് ഐഡിയൽ ട്രാൻസ്ഫോമർ ആണ്. ഐഡിയൽ ട്രാൻസ്ഫോമറിന്റെ പ്രത്യേകത എന്താണ്? ഇൻപുട്ട് പവറും ഔട്ട്പുട്ട് പവറും തുല്യമായിരിക്കും. പവർ ഔട്ട് ഈസ് ഈക്വൽ ടു പവർ ഇൻപുട്ട്. അതായത് ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കുന്ന പവറും ഔട്ട്പുട്ട് പവറും തുല്യമായിരിക്കും. അതാണ് ഐഡിയൽ ട്രാൻസ്ഫോമറിന്റെ പ്രത്യേകത. സോ നമുക്കറിയാം, പവറിന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ വി ഐ ആണ്. സോ ഇൻപുട്ട് പവർ എന്ന് പറഞ്ഞാൽ വി പി ഐ പി ആണ്. ഔട്ട്പുട്ട് പവർ വി എസ് ഐ എസ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഈ പവർ അവർ നൽകിയിട്ടുണ്ട് 10 വാട്ടാണെന്നുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ മക്കളെ നിങ്ങൾ പറയടാ, വി പി ഐ പി ഈക്വൽ ടു നമുക്ക് എത്രയാണെന്ന് പറയാൻ സാധിക്കും? 10 ആണെന്ന് പറയാൻ സാധിക്കില്ലേ? വി പി ഐ പി ഈക്വൽ ടു നമുക്ക് എത്രയാണെന്ന് പറയാൻ സാധിക്കും? 10 ആണെന്ന് പറയാൻ സാധിക്കും. കണ്ടുപിടിക്കേണ്ടത് ഐ പി അല്ലേ? സോ ഐ പി ഈക്വൽ ടു 10 വി പി എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ഡിവൈഡ് ബൈ വി പി എത്രയാണടാ? പ്രൈമറി വോൾട്ടേജ് എത്രയാണ്? 200 ആണ്. സോ 10 ഡിവൈഡഡ് ബൈ 200. കൃത്യമായിട്ട് മനസ്സിലായില്ലേ? ഒരു തരി സംശയമില്ലാതെ എൻ്റെ എല്ലാ അനിയന്മാർക്കും അനിയത്തിമാർക്കും കാര്യം മനസ്സിലായി. ഇസ് ഇറ്റ് ക്ലിയർ? എല്ലാവർക്കും ക്ലിയർ ആണെന്നാണ് എൻ്റെ വിശ്വാസം. 10/200 എത്രയാണടാ? 10/200 എന്ന് വെച്ചാൽ 0.05 ആണ് ആംപിയർ. 0.05 ആംപിയർ. കൃത്യമായിട്ട് മനസ്സിലായില്ലേ? സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ മാത്രം ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയട്ടെ. നമുക്ക് നൽകുന്നത് എപ്പോഴും ഐഡിയൽ ട്രാൻസ്ഫോമർ ആണ്. ഐഡിയൽ ട്രാൻസ്ഫോമറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് പവറും ഔട്ട്പുട്ട് പവറും തുല്യമായിരിക്കും. റൈറ്റ്? സോ ഇൻപുട്ട് പവറിന്റെ കേസിൽ മാത്രമേ നമുക്ക് വി പി ഐ പി വരത്തുള്ളൂ. സോ ഇൻപുട്ട് പവർ എന്ന് പറഞ്ഞാൽ വി പി ഐ പി ആണ്. അതിന്റെ ഉത്തരവും എത്രയായിരിക്കും? 10 തന്നെയായിരിക്കും. കാരണം ഔട്ട്പുട്ട് പവറും ഇൻപുട്ട് പവറും തുല്യമല്ലേ? യെസ്. സോ ഇൻപുട്ട് പവർ എന്ന് പറഞ്ഞാൽ വി പി ഐ പി. ഞാൻ വേണമെങ്കിൽ ഇവിടെ ഇൻപുട്ട് പവർ എന്ന് എഴുതാട്ടോ. ഇൻപുട്ട് പവർ ഈക്വൽ ടു വി പി ഐ പി ആണ്. അത് എത്രയാണ്? അത് 10 ആണ് എന്ന കാര്യം നമുക്കറിയാം. കാരണം ഇൻപുട്ടും ഔട്ട്പുട്ടും തുല്യമാണ്. സോ അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോവുകയാണ്? ഐ പി കണ്ടുപിടിക്കാൻ പോവുകയാണ്. ദാറ്റ് ഈസ് 10 ഡിവൈഡഡ് ബൈ വി പി. 10 ഡിവൈഡഡ് ബൈ 200. ഉത്തരം എത്രയാണ്? 0.05 ആംപിയർ. കൃത്യമായിട്ട് മനസ്സിലായില്ലേ? ഗംഭീരമായിട്ട് മനസ്സിലായില്ലേ? ഇത്തരം ചോദ്യങ്ങൾ നമ്മുടെ ചോദ്യ പേപ്പറുകളിൽ ചോദിക്കാറുണ്ട്. നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ് കേട്ടോ. അടുത്തലോട്ട് കടന്നാലോ മക്കളെ? സോ ഗൈസ്, വി ആർ മൂവിംഗ് ഫോർവേഡ് ടു ദ നെക്സ്റ്റ് പോസിബിൾ ക്വസ്റ്റ്യൻ ഫ്രം ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. EMIയിൽ നിന്ന് പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള അടുത്ത ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ചോദ്യമാണിത്. ഇത് ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ഒരു എക്സൈസ് കാറ്റഗറി എന്നുള്ള ചോദ്യമാണ്. എന്തായാലും പരീക്ഷയിൽ വരാൻ സാധ്യതയുണ്ട്. 3 പിൻ പ്ലഗ് ഓറിയന്റഡ് ആയ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയാലോ. വിച്ച് ലൈൻ ഈസ് റെഡ് കളേർഡ് വയർ? ഇവിടെ ചുവന്ന നിറത്തിൽ കാണിച്ചിരിക്കുന്നത് ഏത് ലൈനിനെയാണ്? എല്ലാം നമുക്കറിയാം. ഓരോ കളേഴ്സും എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കാര്യം നമ്മൾ പഠിച്ചാണ്. റെഡ് കളർ എന്തിനെയാണ് മക്കളെ ഇൻഡിക്കേറ്റ് ചെയ്യുക? യെസ്, നിങ്ങൾക്കറിയണം. റെഡ് കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഫേസിനെയാണ്. ശരിയല്ലേ? ഫേസ് ലൈനിനെയാണ് റെഡ് കളർ ഇൻഡിക്കേറ്റ് ചെയ്യുക. ബ്ലാക്ക് ആണെങ്കിൽ ന്യൂട്രൽ ആണ്, ഗ്രീൻ ആണെങ്കിൽ എർത്ത് ആണ് എന്ന കാര്യം മനസ്സിലാക്കുക. വിച്ച് പാർട്ട് ഓഫ് ദ അപ്ലയൻസ് ഈസ് ദ ഗ്രീൻ കളർ വയർ ഈസ് കണക്റ്റഡ്? പച്ച നിറത്തിലുള്ള വയർ അപ്ലയൻസിന്റെ ഏതു ഭാഗവുമായിട്ടാണ് കണക്ട് ചെയ്യുക? നമ്മളത് പഠിച്ചതല്ലോ. യെസ്, അത് എർത്ത് വയറാണ്. എർത്ത് വയർ എപ്പോഴും മെറ്റാലിക് സർഫേസുമായിട്ടാണ് കണക്ട് ചെയ്യുക. ഏതുമായിട്ടാണ് മക്കളെ കണക്ട് ചെയ്യുക? മെറ്റാലിക് സർഫേസ്, മലയാളത്തിൽ ലോഹഭാഗവുമായിട്ടാണ് കണക്ട് ചെയ്യുക എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെറ്റാലിക് സർഫേസുമായിട്ട് കണക്ട് ചെയ്യുന്നത്? എന്തെങ്കിലും കറണ്ട് ലീക്കേജ് ഉണ്ടെങ്കിൽ, വൈദ്യുതി ലീക്കേജ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഷോക്ക് ഏൽക്കാൻ സാധ്യത എങ്ങനെയാണ്? ഈ മെറ്റലിൽ നമ്മൾ കോൺടാക്റ്റിൽ വരുമ്പോഴല്ലേ, നമ്മൾ ആ മെറ്റാലിക് സർഫേസിൽ തൊടുമ്പോഴാണ് നമുക്ക് ഷോക്ക് ഏൽക്കുക. സോ ഈ പറയുന്ന എർത്ത് വയർ മെറ്റാലിക് സർഫേസുമായിട്ട് കോൺടാക്റ്റിൽ വെക്കുന്ന സാഹചര്യത്തിൽ അധികമായി വരുന്ന എക്സസ് കറണ്ട് നമ്മളിലോട്ട് വരാതെ നേരെ ഭൂമിക്കടിയിലോട്ട് പറഞ്ഞയക്കാൻ വേണ്ടി സാധിക്കും. അതിനാൽ തന്നെ എർത്ത് വയർ എപ്പോഴും മെറ്റാലിക് സർഫേസുമായിട്ടാണ് കണക്ട് ചെയ്യുക, ലോഹഭാഗവുമായിട്ടാണ് ഘടിപ്പിക്കുക എന്ന കാര്യം മനസ്സിലാക്കുക. വാട്ട് ഈസ് അഡ്വാൻറ്റേജസ് ഓഫ് കണക്ടിങ് 3 പിൻ പ്ലഗ് ടു ദ അപ്ലയൻസ്?
എന്തിനു വേണ്ടിയിട്ടാണ് ഈ 3 പിൻ പ്ലഗ് നമ്മൾ കണക്ട് ചെയ്യുന്നത്? ശ്രദ്ധിക്കടാ മക്കളെ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇതൊരു അയൺ ബോക്സ് ആയിട്ട് എടുക്കാം. ഈ അയൺ ബോക്സിൽ നമ്മൾ ഇതുപോലെ ഒരു 3 പിൻ പ്ലഗ് കണക്ട് ചെയ്തു. ഈ 3 പിൻ പ്ലഗിന്റെ പ്രത്യേകത എർത്ത് പിന്നിനകത്ത്, ഇതാണ് നമ്മുടെ എർത്ത് പിൻ എന്ന് പറയുക. ഈ എർത്ത് പിന്നിന് എന്ത് കൂടുതലായിരിക്കും? തിക്നെസ്സും കൂടുതലായിരിക്കും, നീളവും കൂടുതലായിരിക്കും, കട്ടിയും കൂടുതലായിരിക്കും, നീളവും കൂടുതലായിരിക്കും. അതിനാൽ തന്നെ ആ സോക്കറ്റിനകത്തോട്ട് ആദ്യം കയറി ചെല്ലുന്നത് ആരായിരിക്കും? എർത്ത് പിന്നായിരിക്കും. സോ എന്തെങ്കിലും വൈദ്യുതി ചോർച്ച, എന്തെങ്കിലും കറണ്ട് ലീക്കേജ് ഉണ്ടെങ്കിൽ നമുക്ക് ഷോക്ക് ഏൽക്കാതെ ആ അധികമായി വരുന്ന കറണ്ടിനെ ഈ എർത്ത് പിന്നിലൂടെ നമുക്ക് ഭൂമിക്കടിയിലോട്ട് പറഞ്ഞയക്കാൻ സാധിക്കും. സോ നമ്മളെ ഇലക്ട്രിക് ഷോക്കിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുക? 3 പിൻ പ്ലഗ് യൂസ് ചെയ്യുക. പ്രധാനമായും എർത്ത് പിന്നിന്റെ റോൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. ക്ലിയർ അല്ലേ? കൃത്യമായിട്ട് മനസ്സിലായില്ലേ? പരീക്ഷകളിൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കും. എർത്ത് പിന്നിന് എപ്പോഴും നീളവും തിക്നെസ്സും കൂടുതലായിരിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഞാനത് മെൻഷൻഡ് ആണ് കേട്ടോ. മുന്നോട്ട് പോയാലോ? സോ ഗൈസ്, വി ആർ മൂവിങ് ഫോർവേഡ്. റൈറ്റ് എനി 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ മെറ്റീരിയൽ യൂസ്ഡ് ആസ് ഹീറ്റിംഗ് കോയിൽ. ഇത് ഏത് ചാപ്റ്റർ ആണ് നിങ്ങൾക്ക് ഊഹിക്കാലോ? നമ്മുടെ സ്വന്തം എനർജി ഓറിയന്റഡ് ആയ ചാപ്റ്റർ ആണ്. ഹീറ്റിംഗ് കോയിലിന്റെ എന്താ പറയുക, അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണ്, ഹീറ്റിംഗ് കോയിലായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതൊക്കെയാണെന്ന ചോദ്യം. മക്കളെ, ഹീറ്റിംഗ് കോയിലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതാണ്? ഒരു സംശയവും വേണ്ട, അത് നിക്രോമാണ്. ആ നിക്രോമിന്റെ പടം തന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കും. ഇതാണ് ഹീറ്റിംഗ് കോയിൽ എന്ന് പറയുക. ഈ ഹീറ്റിംഗ് കോയിലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നിക്രോമാണ്. നിക്രോമിന്റെ പ്രത്യേകത, അതൊരു ലോഹ സങ്കരമാണ്, അതൊരു അലോയാണ്. ഒന്നിൽ കൂടുതൽ മെറ്റലുകൾ കൂടി ചേർന്നിട്ടാണ് നിക്രോം ഉണ്ടാവുന്നത്. നിക്കൽ 80%, ക്രോമിയം 20%മാണ് നിക്രോമിനകത്തുള്ളത്. ആ നിക്രോമിന്റെ സവിശേഷതകൾ ഓരോന്നായിട്ട് നോക്കിയാലോ? അവന് റെസിസ്റ്റിവിറ്റി കൂടുതലാണ്, ദ്രവണാങ്കം കൂടുതലാണ്, അഥവാ മെൽറ്റിംഗ് പോയിന്റ് കൂടുതലാണ്. അതുപോലെ തന്നെ ചുട്ടുപഴുത്ത അവസ്ഥയിൽ കൂടുതൽ സമയം അവന് നിലനിൽക്കാൻ ഒരു കഴിവുണ്ട്. റെഡ് ഹോട്ട് കണ്ടീഷനിൽ കൂടുതൽ സമയം അവന് നിലനിൽക്കാൻ ഒരു കഴിവുണ്ട്. അതുപോലെ തന്നെ ഓക്സിഡേഷൻ റെസിസ്റ്റൻസ് കൂടുതലാണ്, ഓക്സീകരണത്തിന് പ്രതിരോധം അവന് കൂടുതലായിരിക്കും. റൈറ്റ്, ഈ പോയിന്റുകൾ പഠിക്കുക. ഉയർന്ന റെസിസ്റ്റിവിറ്റി, ഉയർന്ന ദ്രവണാങ്കം, ചുട്ടുപഴുത്ത അവസ്ഥയിൽ കൂടുതൽ സമയം നിലനിൽക്കാനുള്ള കഴിവ്, അതുപോലെ തന്നെ ഉയർന്ന ഓക്സിഡേഷൻ പ്രതിരോധം. എന്താണ് ഈ ഓക്സിഡേഷൻ പ്രതിരോധം എന്ന് പറഞ്ഞാൽ? നിങ്ങൾ അതുകൂടി മനസ്സിലാക്കണം. ഓക്സിജനുമായിട്ട് ഈ പറയുന്ന മെറ്റൽസ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്, തുരുമ്പെടുക്കാനൊക്കെ സാധ്യതയുണ്ട്. സോ ഈ പറയുന്ന നിക്രോമിന് ഓക്സിഡേഷൻ പ്രതിരോധം കൂടുതലാണ്. അധികം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യില്ല. അങ്ങനെ റിയാക്ട് ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം അത് നശിച്ചു പോവാതെ ഓൾവേസ് എങ്ങനെയാണുള്ളത് അതുപോലെ തന്നെ നിലനിൽക്കാൻ ഒരു സാധ്യതയുണ്ട്. അതാണ് പറയുന്നത് ഹൈ ഓക്സിഡേഷൻ റെസിസ്റ്റൻസ്, ഉയർന്ന ഓക്സീകരണ പ്രതിരോധം എന്ന കാര്യം മനസ്സിലാക്കുക കേട്ടോ. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ട് കൂടിയുണ്ട്. സാധിക്കുമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കാം, ഒന്ന് പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കാം. റെഡി, അടുത്തലോട്ട് കിടക്കട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നമ്മുടെ ആ ചാപ്റ്ററിന് തന്നെ, എനർജി ഓറിയന്റഡ് ആയ ചാപ്റ്ററിന് തന്നെ ഏറ്റവും റിപ്പീറ്റ് വാല്യൂ ഉള്ള കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷയിൽ ഞാൻ ഈ ചോദ്യം വരുമെന്ന് പറഞ്ഞു, അതേപോലെ തന്നെ ചോദ്യം ഉണ്ടായിരുന്നു. ഈ ചാപ്റ്ററിൽ നിന്ന് അടുത്ത പ്രാധാന്യം അർഹിക്കുന്ന ചോദ്യത്തിന്റെ കാറ്റഗറിയിലും നമുക്ക് ഇത് പെടുത്താം. ക്രിസ്മസ് പരീക്ഷയ്ക്ക് വന്നതുകൊണ്ട് ഈ വരുന്ന മോഡൽ പരീക്ഷയ്ക്ക് വരില്ല എന്നർത്ഥമില്ല. ഈ ചാപ്റ്ററിൽ നിന്ന് വലിയ പ്രാധാന്യം കൊടുക്കേണ്ട ചോദ്യം ഇത് തന്നെയാണ്. സോ അതായത് നമ്മുടെ ഊർജം, എത്രത്തോളം എനർജി കൺസപ്ഷൻ ആണ് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസം ഉണ്ടാവുക എന്ന തരത്തിലുള്ള ചോദ്യം. ശ്രദ്ധിക്കണം. ഇൻ എ ഹൗസ്, ഒരു വീട്ടിനകത്ത് 4 ബൾബുകളുണ്ട്. ഓരോന്നിൻ്റെയും പവർ 60 വാട്ടാണ്. അത് 3 മണിക്കൂർ വീതമാണ് പ്രവർത്തിക്കുക. ഓരോന്നിൻ്റെയും പവർ 60 വാട്ടാണ്. അത് 3 മണിക്കൂർ വീതമാണ് പ്രവർത്തിക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം അവർ പറയുന്നത് എന്താണ്? വേറെ 6 ബൾബുകളുണ്ട്. അത് 40 വാട്ടാണ്. അത് 4 മണിക്കൂർ വീതമാണ് പ്രവർത്തിക്കുക. എങ്കിൽ വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ ടോട്ടൽ എനർജി കൺസ്യൂംഡ് ഇൻ 30 days. ശ്രദ്ധിക്കട, ഇൻ എ ഹൗസ് 4 ലാംപ്സ് ഓഫ് 60 വാട്ട്. അതായത് 4 ലാമ്പുകളുടെ പവർ എന്ന് പറഞ്ഞാൽ 60 വാട്ടാണ്. അത് പ്രവർത്തിക്കുന്നത് 3 മണിക്കൂർ വീതമാണ്. അടുത്തത് 6 ബൾബുകളുടെ പവർ എത്രയാണ്? 40 വാട്ടാണ്. അത് പ്രവർത്തിക്കുന്നത് 4 മണിക്കൂർ വീതമാണ്. എങ്കിൽ ഒരു മാസം ഉപയോഗിക്കപ്പെടുന്ന എനർജി അഥവാ ഊർജ്ജമാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഈസിയാണ്, ഫോർമുല നിങ്ങൾക്കറിയാം. ഞാനിങ്ങനെ ഒന്നിൽ കൂടുതൽ ഉപകരണങ്ങൾ വരുമ്പോൾ ഉപയോഗിക്കേണ്ട ഫോർമുല ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നു. ഓർമ്മയുണ്ടാടാ? ഈസ് ഈക്വൽ ടു N1 P1 T1 പ്ലസ് N2 P2 T2 ഡിവൈഡഡ് ബൈ 1000. ഇതാണ് നമ്മുടെ ഫോർമുല. ശരിയല്ലേ? ഇതാണ് നമ്മുടെ ഫോർമുല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുന്നതാണ് വിശ്വാസം. സോ ഒരു ദിവസത്തെ നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. N1 എണ്ണമാണ്. 4 ലാമ്പുകൾ, 60 വാട്ടാണ് പവർ, 3 മണിക്കൂർ പ്രവർത്തിക്കുന്നു. സോ N1 P1 T1 കിട്ടിയില്ലേ? കിട്ടി. വാ, 4 × 60 അല്ലടാ, 60 × 3 പ്ലസ് രണ്ടാമത്തെ നോക്കടാ, 6 ബൾബുകളുണ്ട്, 40 വാട്ട്, 4 മണിക്കൂർ. സോ 6 × 40 × 4 ഡിവൈഡഡ് ബൈ 1000.
സിമ്പിൾ അല്ലേ? ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 1.68 ആണ് കേട്ടോ. 1.68 കിലോ വാട്ട് അവർ ട്ടോ. എനർജി എപ്പോഴും കിട്ടുന്നത് കിലോ വാട്ട് അവറിലാണ്. അഥവാ ഇലക്ട്രിക്കൽ എനർജിയുടെ കമേഴ്ഷ്യൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കിലോ വാട്ട് അവർ ആണെന്ന് മനസ്സിലാക്കുക. സോ ആൻസർ ഈസ് ഇൻ കിലോ വാട്ട് അവർ. എങ്കിൽ ഒരു മാസത്തെ എനർജി കൺസപ്ഷൻ എത്രയാണ്? ഒരു ദിവസം 1.68 ആണെങ്കിൽ ഒരു മാസം എത്രയാണ്? സിമ്പിൾ ആണ്. 1.68 ഇൻറ്റു 30 ദിവസം അല്ലേ? ഇൻറ്റു 30 ഈക്വൽ ടു 50.4 കിലോ വാട്ട് അവർ ഈക്വൽ ടു 50.4 കിലോ വാട്ട് അവർ. ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷകളിൽ ചോദിക്കാം. ഓൾറെഡി ക്രിസ്മസ് പരീക്ഷയിൽ ചോദിച്ചാണ്. വീണ്ടും നിങ്ങൾ പഠിക്കുക. പോസിബിൾ ആയ ക്വസ്റ്റ്യൻ തന്നെയാണ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അടുത്തതിലോട്ട് കടന്നാലോ? നെക്സ്റ്റ് വൺ സിമിലർ വേ പവർ ഹീറ്റ് ഓറിയന്റഡ് അഥവാ ജൂൾസ് ലോ ഓറിയന്റഡ് ആയ ക്വസ്റ്റ്യൻസ് പരീക്ഷകളിൽ കണ്ടുവരാറുണ്ട്. സോ അത്തരം കാറ്റഗറിയിൽ നിന്ന് ഒരു ചോദ്യം നമുക്ക് വർക്കൗട്ട് ചെയ്താലോ? ജൂൾസ് ലോന്റെ കാറ്റഗറിയിൽ നിന്ന് പവറും ഹീറ്റും ഒക്കെ കണ്ടുപിടിക്കുന്ന തരത്തിൽ ഒരു ചോദ്യം നമുക്ക് നോക്കിയാലോ? വടാ. ആൻ ഇലക്ട്രിക് ഹീറ്റർ ഓപ്പറേറ്റിംഗ് അറ്റ് 230 വോൾട്ട്. സോ വോൾട്ടേജ് നൽകിയിട്ടുണ്ട്. കറണ്ട് എത്രയാണ്? 2 ആംപിയർ ആണ് കറണ്ട്. ഒന്നാമത് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധം കണ്ടുപിടിക്കണം. രണ്ടാമത്തെ ഹീറ്റ് കണ്ടുപിടിക്കണം. മൂന്നാമത്തെ പവർ കണ്ടുപിടിക്കണം. സോ എല്ലാം ഉൾപ്പെടുന്ന ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ ആണ്. ഹീറ്റും പവറും ഒക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന, റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരേ ഒരു ചോദ്യം. വള മലയാളമൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് പ്രൊസീഡ് ചെയ്ത് തുടങ്ങിയാലോടാ. പ്രൊസീഡ് ചെയ്ത് തുടങ്ങാം. സോ വോൾട്ടേജ് ഈക്വൽ ടു 230 വോൾട്ട് ആണ്. കറണ്ട് ഈക്വൽ ടു 2 ആംപിയർ അല്ലടാ. കറണ്ട് ഈക്വൽ ടു 2 ആംപിയർ ആണ്. സമയം കൂടി അവർ നൽകിയിട്ടുണ്ട്. 10 മിനിറ്റ് സമയമാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. സമയം കൂടി ഞാനൊന്ന് കൂടെ എഴുതിക്കോട്ടെ. സോ സമയം ഈക്വൽ ടു 10 മിനിറ്റ് ആണ്. സെക്കൻഡിലോട്ട് മാറ്റട്ടടാ. സോ 10 × 60 ഈക്വൽ ടു 600 സെക്കൻഡ്. സോ എല്ലാം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഒരു പ്രശ്നമില്ലല്ലോ. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. കണ്ടുപിടിക്കേണ്ടത് റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധമാണ്. ഫോർമുല അറിയാലോ. ഓംസ് ലോ പ്രകാരം എന്താ മക്കളെ? R ഈക്വൽ ടു V/I ആണ്. പെടച്ചോ, കണ്ണുമടച്ചു പെടച്ചോ. വോൾട്ടേജ് എത്രയാണ്? 230. കറണ്ട് എത്രയാണ്? 2 ആണ്. ആൻസർ 115 ഓം എന്ന് കിട്ടും. ഒന്നാമത്തെ ഉത്തരം കിട്ടി, 115 ഓം. അടുത്തലോട്ട് കടന്നാലോ? നെക്സ്റ്റ് വണ്ണിലോട്ട് കിടക്കുന്നു. ശ്രദ്ധിക്കടാ. ദർ ഈസ് എ ബി ക്വസ്റ്റ്യൻ. വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ ഹീറ്റ് ജനറേറ്റഡ്. ഹീറ്റ് കണ്ടുപിടിക്കണം. വി ഉണ്ട്, I × T ഉണ്ട്. അപ്പോൾ നേരിട്ട് ഹീറ്റ് കണ്ടുപിടിക്കാലോ. ഫോർമുല അറിയാലോ. H ഈസ് ഈക്വൽ ടു VIT. എല്ലാം ഉണ്ട്. നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. വോൾട്ടേജ് 230 ആണ്. കറണ്ട് 2 ആണ്. സമയം 600 ആണ്. എത്രയാണ് മക്കൾ ഉത്തരം വരിക? ഞാനൊന്ന് കാൽക്കുലേറ്റ് ചെയ്യട്ടാ. ഞാനൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. സോ 230 × 2 × 600 276,000. 276,000 ജൂൾ. 276,000 ജൂൾ ആയിരിക്കും നമ്മുടെ ശരിയായ ഉത്തരം. എനിക്ക് ഒരു കാൽക്കുലേഷൻ കൂടി ചെയ്യാനുണ്ട്. ആ ട്രാൻസ്ഫോമറിൻ്റെ ക്വസ്റ്റ്യൻസിൽ ഞാൻ ആ ഉത്തരം നോക്കി വെച്ചാണെങ്കിലും ഞാൻ ഈ കാൽക്കുലേഷൻ ചെയ്യട്ടെ. 10/200. യെസ്, 0.05. അല്ലെങ്കിൽ പിള്ളേച്ചൻ കള്ളം പറയാമെന്ന് വിചാരിക്കും. ഞാൻ ആ ചോദ്യം ഓൾറെഡി ചെയ്തിട്ടാണ് വന്നത്. അതിനാൽ തന്നെ എനിക്ക് കൃത്യമായിട്ടൊരു ഊഹം ഉണ്ടായിരുന്നു. റൈറ്റ്. സോ നമുക്ക് ഹീറ്റും കിട്ടി. അടുത്ത ഒരെണ്ണം കൂടി കണ്ടുപിടിക്കണം. എന്താ കണ്ടുപിടിക്കേണ്ടത്? നെക്സ്റ്റ് വൺ പവറാണ് കണ്ടുപിടിക്കേണ്ടത്. ശരിയല്ലേ? മൂന്നാമത്തെ ചോദ്യം പവർ കണ്ടുപിടിക്കുക. പവർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. വോൾട്ടേജും കറണ്ടും ഉണ്ടല്ലോ. സോ പവർ ഈക്വൽ ടു VI ആണ്. പെടയ്ക്കടാ മക്കളെ, കണ്ണുമടച്ച് പെടയ്ക്കടാ. സോ 230 × 2 എത്രയാടാ? 460 വാട്ട് പവറും കിട്ടി. സോ ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷകളിൽ നിരന്തരം ചോദിക്കാറുണ്ട്. ഒരൊറ്റ ക്വസ്റ്റ്യൻസിൽ ഞാൻ എല്ലാം ഒതുക്കി, റെസിസ്റ്റൻസും പവറും ഹീറ്റും എല്ലാം കണ്ടുപിടിക്കുന്ന തരത്തിൽ ഞാൻ ആ ചോദ്യത്തിനെ മാറ്റി. എല്ലാവർക്കും ഇത് മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. സോ ഗൈസ്, വി ആർ മൂവിങ് ഫോർവേഡ്. അടുത്ത ക്വസ്റ്റ്യൻ. It is known that sunlight contains many type of radiation. EM waves oriented ആയ ചോദ്യം. കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷയിൽ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇനി അങ്ങോട്ട് ഉണ്ടാവുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഓറിയന്റഡ് ആയ വളരെ പോസിബിൾ ആയ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നിങ്ങൾ കാണുന്നത്. അതായത് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനകത്ത് കുറേ റേഡിയേഷൻസ് അടങ്ങിയിട്ടുണ്ട്. നോക്കടാ. വിച്ച് ടൈപ്പ് ഓഫ് റേഡിയേഷൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഹീറ്റ് ഇൻ സോളാർ റേഡിയേഷൻ? താപത്തിന് കാരണം ആരാണ്? സൗരവികിരണത്തിലെ താപത്തിന് കാരണമാകുന്നത് ഏതു തരം വികിരണമാണ്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൽ ഹീറ്റ് കോസ് ചെയ്യുന്നത് ആരാണ്? സൺലൈറ്റിനകത്ത് ഹീറ്റ് കോസ് ചെയ്യുന്ന ആരാണ് മക്കളെ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണം. അത് ഇൻഫ്രാറെഡ് ആണ്. അതാരാണ്? അത് ഇൻഫ്രാറെഡ് ആണെന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയുക കേട്ടോ. അടുത്തത്, ഏതു തരം വികിരണമാണ് നമ്മുടെ ശരീരത്തിലെ വൈറ്റമിൻ ഡി പ്രൊഡക്ഷന് കാരണമാവുന്നത്? വൈറ്റമിൻ ഡി കിട്ടണം എന്നൊക്കെ പറയുന്നില്ലേ? സോ അതിന് ഏത് റേഡിയേഷനാണ് കോസ് ചെയ്യുന്നത്? വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞാൽ അൾട്രാ വയലറ്റ് ആണ്. സംശയം വേണ്ട, അൾട്രാ വയലറ്റ്. പക്ഷേ ഓവർ അൾട്രാ വയലറ്റ് എക്സ്പോഷറിലോട്ട് വന്നാൽ ടാനിങ് സംഭവിക്കും. സ്കിന്ന് ടാൻ ആയി, അയ്യോ ടാൻ അടിച്ചു, സൺസ്ക്രീൻ ഇടണം എന്നൊക്കെ പറയുന്നില്ലേ? ടാനിങ്. അടുത്ത്, വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദീസ് റേഡിയേഷൻ ഇൻ വാക്വം?
ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിൻ്റെ വാക്വത്തിലുള്ള സ്പീഡ് എത്രയാണ്, ശൂന്യതയിലുള്ള വേഗത എത്രയാണ്? ലൈറ്റിൻ്റെ വേഗതയിലല്ലേ സഞ്ചരിക്കുക? സോ 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. വളരെ പോസിബിൾ ആയ ക്വസ്റ്റ്യൻസ് ആണ്. ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ഈ ഒരു ചിത്രം മനസ്സിൽ കൊണ്ടു നടക്കണം. ഇതിൽ മറ്റൊരു പോസിബിൾ ആയ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു വെച്ചാൽ വിസിബിളിൻ്റെ അഥവാ ദൃശ്യപ്രകാശത്തിൻ്റെ വിസിബിൾ ലൈറ്റിൻ്റെ വേവ് ലെങ്ത് അറിയണം. 400 മുതൽ 700 വരെയാണ് വിസിബിളിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. മനസ്സിലാക്കണം. 400 നാനോമീറ്റർ മുതൽ 700 നാനോമീറ്റർ വരെയാണ്. അതുപോലെ തന്നെ ഓരോന്നിൻ്റെ ഓർഡർ കൃത്യമായി മനസ്സിലാക്കുക. ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ളത് ഗാമയ്ക്കാണ്, പിന്നെ എക്സ്റേ, പിന്നെ അൾട്രാവയലറ്റ്, പിന്നെ വിസിബിൾ, പിന്നെ ഇൻഫ്രാറെഡ്, പിന്നെ റേഡിയോ. വേവ് ലെങ്ത് നേരെ ഓപ്പോസിറ്റ് വരിക. ഫ്രീക്വൻസിയുടെ നേരെ ഓപ്പോസിറ്റ് ഓർഡറിലാണ് വേവ് ലെങ്ത് വരിക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കേണ്ടതാണ്. പരീക്ഷകളിൽ ചോദ്യം വരാറുണ്ട് കേട്ടോ. അടുത്തലോട്ട് പറഞ്ഞാലോ. നെക്സ്റ്റ് വൺ, റെയിൻബോ ഓറിയൻറ്റഡ് ആയ ക്വസ്റ്റ്യൻ. റെയിൻബോ ഡിസ്പേർഷൻ, ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ റെയിൻബോ ഓറിയൻറ്റഡ് ആയ ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് XY ഏതൊക്കെയാണെന്ന് ചോദിക്കാനാണ് സ്ഥിരമായി ചോദിക്കാറുള്ളത്. റീഡ്രോ ആൻഡ് കംപ്ലീറ്റ് ദ ഫിഗർ, ഫൈൻഡ് എക്സ്, വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ദ റെയിൻബോ ഒബ്സർവ്ഡ് ഫ്രം ദ എയറോപ്ലെയിൻ. ഇത്തരം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു സൺലൈറ്റ് റെയിൻബോയ്ക്ക് അകത്തോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ അതിനകത്ത് നടക്കുന്ന പ്രോസസ്സുകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ ഡിസ്പേർഷനാണ്. ഇവിടെ റിഫ്രാക്ഷൻ നമുക്ക് ഒഴിവാക്കാം. ഡിസ്പേർഷനാണ് നടക്കുക. അതായത് സൂര്യപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായിട്ട് വേർതിരിയുന്നു. അതൊരു കോമ്പോസിറ്റ് ലൈറ്റാണ്, സമന്വത പ്രകാശമാണ്, അറിയാലോ. സോ വിബ്ജിയോർ എന്ന കണക്കിൽ ഡിഫറെൻറ്റ് കളേഴ്സ് ആയിട്ട് സ്പ്ലിറ്റപ്പ് ആവുന്നു. അകത്ത് നടക്കുന്ന പരിപാടി എന്താണ്? ഇന്റേണൽ റിഫ്ലക്ഷൻ. ആ റെയിൻ ഡ്രോപ്പിൻ്റെ ഒരു വശത്ത് തട്ടി തിരിച്ചു വരുന്നു. സോ ഇന്റേണൽ റിഫ്ലക്ഷൻ അഥവാ ആന്തര പ്രതിപതനം നടക്കും. ഏറ്റവും അവസാനം റിഫ്രാക്ഷനാണ് നടക്കുക, അപവർത്തനമാണ് നടക്കുക. മുകളിലുള്ള നിറം ഏതാണ്? മുകളിൽ വയലറ്റും താഴെ റെഡുമാണ് എന്ന കാര്യം മനസ്സിലാക്കുക. സാധാരണ നമ്മളൊരു റെയിൻബോ കാണുമ്പോൾ മുകളിൽ റെഡും താഴെ വയലറ്റും ആണ്. പക്ഷേ ഒരു മഴത്തുള്ളിയിൽ നിന്ന് പുറത്തു വരുന്ന സാഹചര്യത്തിൽ മുകളിൽ വയലറ്റും താഴെ റെഡും ആയിരിക്കും. ഇതുപോലെ കുറേ മഴത്തുള്ളികൾ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് നമുക്ക് പ്രോപ്പർ റെയിൻബോ ആ ഷേപ്പിൽ വിസിബിൾ ആവുന്നത് കേട്ടോ. ഇത് ഒരു മഴത്തുള്ളിയുടെ കേസ് മാത്രമാണ്. മുകളിൽ വയലറ്റും താഴെ റെഡും ആയിരിക്കും. ഇനി എയറോപ്ലെയിൻ നോക്കുന്ന സാഹചര്യത്തിൽ റെയിൻബോ ഏത് ഷേപ്പിലാണ് കാണപ്പെടുക? സർക്കുലർ ഷേപ്പിലാണ്, സർക്കിൾ ഷേപ്പിൽ, വൃത്താകൃതിയിലായിരിക്കും കാണപ്പെടുക. നമ്മൾ എയറോപ്ലെയിനിൽ നിന്ന് മഴവില്ലിനെ നിരീക്ഷിക്കുന്ന സാഹചര്യത്തിൽ അത് വൃത്താകൃതിയിലായിരിക്കും കാണപ്പെടുക എന്ന കാര്യം മനസ്സിലാക്കുക, പഠിക്കുക. പോസിബിൾ ആയ ക്വസ്റ്റ്യൻ ആണേ. അടുത്തലോട്ട് പറഞ്ഞാലോ. നെക്സ്റ്റ് വൺ, ഇത് നമ്മുടെ എന്താ പറയുക, സൗണ്ടുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒന്നാമത്തെ ചാപ്റ്റർ 6 മാർക്കാണ്. ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് എന്ന് പറയുക. നല്ല വെയിറ്റേജ് കൂടിയ ചാപ്റ്ററാണ്. എന്നെ ഞെട്ടിച്ച കാര്യം ലെൻസിനേക്കാളും വെയിറ്റേജ് ആർക്കുണ്ട്? സൗണ്ടിനുണ്ട് എന്ന കാര്യമാണ്. ലെൻസ് ഇത്രയും ഭീകരമായ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും ടെലസ്കോപ്പും മൈക്രോസ്കോപ്പും കാര്യങ്ങളും എല്ലാമുള്ള ആ വലിയ ചാപ്റ്ററിനേക്കാളും വെയിറ്റേജ് കൂടുതലാണ് ഒന്നാമത്തെ ചാപ്റ്ററിന് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അത് എന്നെ പേഴ്സണലി ഞെട്ടിച്ചൊരു കാര്യമാണ്. എങ്കിലും നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് വേവ് ലെങ്ത് ഓഫ് സൗണ്ട് traveling through the air at a speed of 350 meter/second is 70 meter. അതായത് 350 meter/second വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു സൗണ്ട് വേവിൻ്റെ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ 70 മീറ്റർ ആണെന്നാണ് അവർ പറയുന്നത്. ഓക്കെ അല്ലടാ, മലയാളത്തിൽ ചോദ്യമുണ്ട് കേട്ടോ. 350 meter/second വേഗതയിൽ വായുവിലൂടെ സഞ്ചരിക്കുന്ന ഒരു ശബ്ദ തരംഗത്തിൻ്റെ തരംഗദൈർഘ്യം 70 മീറ്റർ ആണെന്ന് കണ്ടെത്തി. ഓക്കെ, റൈറ്റ്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, ക്യാൻ ദിസ് സൗണ്ട് ക്യാൻ ബി ഹിയർഡ് ബൈ ഹ്യൂമൻസ്? നമുക്ക് ഈ ശബ്ദം കേൾക്കാൻ സാധിക്കുമോ? നമുക്ക് ഈ ശബ്ദം കേൾക്കാൻ സാധിക്കുമോ എന്നാണ് ഒന്നാമത്തെ ചോദ്യം. ഈ സൗണ്ടിനെ വിളിക്കുന്ന പേരെന്താണ്? നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന സൗണ്ടിൻ്റെ ഓഡിബിൾ ഫ്രീക്വൻസി റേഞ്ച് എത്രയാണ്? ഈ ഓഡിബിൾ ഫ്രീക്വൻസി റേഞ്ചിനേക്കാളും കൂടുതലുള്ള ശബ്ദത്തിനെ വിളിക്കുന്ന പേരെന്താണ്? എല്ലാം ഒരൊറ്റ ക്വസ്റ്റ്യനിൽ ഞാനങ്ങ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് മനസ്സിലാക്കുക, എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഒരൊറ്റ ക്വസ്റ്റ്യനിൽ മുഴുവൻ കാര്യങ്ങളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, മനസ്സിൽ ഉറപ്പിച്ചു വെച്ചോ. ഒന്നാമത്തെ കാര്യം, അവർ സ്പീഡ് നൽകിയിട്ടുണ്ട്, വേവ് ലെങ്ത് നൽകിയിട്ടുണ്ട്. മലയാളത്തിൽ ചോദ്യം ഉണ്ടടാ, മലയാളത്തിൽ ചോദ്യം ഒന്ന് പോസ് ചെയ്ത് വേണം നോക്കിക്കോട്ടാ. ഓക്കെ, നമുക്ക് നോക്കാം. സോ ഗിവൺ ഡാറ്റാസ് എഴുതുകയാണ്. സ്പീഡ് അവർ നൽകിയിട്ടുണ്ട്. സ്പീഡ് എത്രയാണ്? സ്പീഡ് ഈക്വൽ ടു 350 meter/second. അടുത്ത കാര്യം, വേവ് ലെങ്ത് ലാംഡ അവർ നൽകിയിട്ടുണ്ട്. ലാംഡ എത്രയാണ്? ലാംഡ ഈക്വൽ ടു 70 മീറ്റർ ആണ് വേവ് ലെങ്ത്, 70 മീറ്റർ. ഒന്നാമത്തെ, ഈ ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കുമോ എന്നൊക്കെ നമ്മൾ തിരിച്ചറിയണമെങ്കിൽ നമുക്ക് ഫ്രീക്വൻസി അറിയണം. ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ഫോർമുല നിങ്ങൾക്കറിയാം. സ്പീഡ് ഈക്വൽ ടു ന്യൂ ലാംഡയാണ്. എഫ് എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ് കേട്ടോ. വി ഈക്വൽ ടു ന്യൂ ലാംഡ അല്ലെങ്കിൽ എഫ് ലാംഡ എന്നൊക്കെ പറയാം. സോ ന്യൂ ആണ് ഫ്രീക്വൻസി. ന്യൂ ഈക്വൽ ടു എന്ത് വരും? വി ബൈ ലാംഡ എന്ന് വരും. വി എത്രയാണ്? 350 ആണ്. ഡിവൈഡഡ് ബൈ 70 എന്ന് വരും. ശരിയല്ലേ? 350 ഡിവൈഡഡ് ബൈ 70 എന്ന് വരും. ക്യാൻസൽ ചെയ്യട്ടെ, 0 പോയി. 7 35 7 35. സോ 5 തവണയാണ് പോവുക. സോ 5 ഹെർട്സ് എന്നാണ് കിട്ടുക. ഫ്രീക്വൻസി എത്രയാണ്? 5 ഹെർട്സ് ആണ് ഫ്രീക്വൻസി. മക്കളെ, 5 ഹെർട്സ് ഫ്രീക്വൻസി ഉള്ളൊരു ശബ്ദം നമുക്ക് ഓഡിബിൾ ആണോ? 5 ഹെർട്സ് ഫ്രീക്വൻസിയുള്ള ശബ്ദം നമുക്ക് ഓഡിബിൾ ആണോ? ഒരിക്കലുമല്ല. ദിസ് ഈസ് നോട്ട് ഓഡിബിൾ. നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന ശബ്ദമല്ല. നമുക്ക്
കേൾക്കാൻ സാധിക്കുന്ന ശബ്ദമല്ല. കാരണം നമ്മുടെ ഓഡിയബിൾ റേഞ്ച് എത്രയാണ് അത് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഓഡിയബിൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിരിച്ചറിയണം 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെയാണ് നമുക്ക് ഓഡിയബിളായ സൗണ്ടിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഇത് 5 ഹെർട്സേ ഉള്ളൂ. ഇത് നമുക്ക് ഒരിക്കലും ഓഡിയബിളായ സൗണ്ടിൻ്റെ റേഞ്ച് അല്ല, നമുക്ക് കേൾക്കാൻ സാധിക്കുന്നതല്ല എന്ന കാര്യം മനസ്സിലാക്കുക. ഒന്നാമത്തെ, വാട്ട് ഈസ് എ ടൈപ്പ് ഓഫ് സൗണ്ട്? ഇത്തരം ശബ്ദത്തിനെ വിളിക്കുന്ന പേരെന്താണ്? അതായത് ഈ ഓഡിയബിൾ ഫ്രീക്വൻസി റേഞ്ചിനേക്കാളും കുറവുള്ള ശബ്ദത്തിനെ വിളിക്കുന്ന പേരെന്താണ്? ഇൻഫ്രാസോണിക് സൗണ്ട് എന്നാണ് പറയുക. എന്താണ് മക്കളെ? ഇൻഫ്രാസോണിക് സൗണ്ട്. ഇൻഫ്രാസോണിക് സൗണ്ട് എന്നാണ് പറയുക. ഓഡിബിൾ റേഞ്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതിനേക്കാളും കൂടിയ ശബ്ദത്തിനെ വിളിക്കുന്ന പേരെന്താണ്? അതായത് 20 കിലോ ഹെർട്സിനേക്കാളും കൂടിയ ശബ്ദത്തിനെ വിളിക്കുന്ന പേര് അൾട്രാസോണിക്. അൾട്രാസോണിക്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഏതാണ് ഇൻഫ്രാസോണിക്, ഏതാണ് അൾട്രാസോണിക് എന്ന കാര്യം മനസ്സിലാക്കണം. ഓഡിബിൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെയാണ് എന്ന കാര്യവും നിങ്ങൾ തിരിച്ചറിയണം കേട്ടോ. മുന്നോട്ട് പോയാലോ? അടുത്തത് ഇതേ കാറ്റഗറിയിൽ പെടുത്താൻ സാധിക്കുന്ന സൗണ്ടിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ചോദ്യമാണ്. മലയാളത്തിലും ചോദ്യമുണ്ട് കേട്ടോ. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കംപ്രഷൻ ആൻഡ് അഡ്ജസൻറ്റ് റെയർഫ്രാക്ഷൻ ഓഫ് സൗണ്ട് ഈസ് 17.5. രണ്ട് കംപ്രഷനോ രണ്ട് റെയർഫ്രാക്ഷനോ ഇടയിലുള്ള ദൂരമല്ല അവർ നൽകിയിരിക്കുന്നത്. ഒരു കംപ്രഷനും ഒരു റെയർഫ്രാക്ഷനും തമ്മിലുള്ള ദൂരമാണ് നൽകിയിരിക്കുന്നത് 17.5. മലയാളത്തിൽ ഒരു ശബ്ദത്തിൻ്റെ ഉച്ചമർദ്ദ മേഖലയും തൊട്ടടുത്ത നീചമർദ്ദ മേഖലയും തമ്മിലുള്ള അകലം അവർ നൽകിയിട്ടുണ്ട്. 17.5 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഈ തരംഗം 1400 മീറ്റർ ദൂരം സഞ്ചരിക്കാൻ 2 സെക്കൻഡ് സമയമെടുത്തു എന്ന് പറയുന്നു. അതായത് 1400 മീറ്റർ ട്രാവൽ ചെയ്യാൻ വേണ്ടി 2 സെക്കൻഡ് ആണ് ടൈം അതെടുത്തത്. എങ്കിൽ കണ്ടുപിടിക്കുന്ന പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്? വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയുമാണ് കണ്ടുപിടിക്കുന്നത്. വി ഹാവ് ടു ഫൈൻഡ് വേവ് ലെങ്ത് ആൻഡ് ഫ്രീക്വൻസി. മക്കളെ, നമുക്കറിയാം ഒരു കംപ്രഷനും ഒരു റെയർഫ്രാക്ഷനും തമ്മിലുള്ള ദൂരത്തിന് വിളിക്കുന്ന പേരെന്താണ്? അത് വേവ് ലെങ്ത് അല്ല. വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ 2 അഡ്ജസൻറ്റ് കംപ്രഷൻസിനിടയിലുള്ള ദൂരമോ 2 അഡ്ജസൻറ്റ് റെയർഫ്രാക്ഷൻസിനിടയിലുള്ള ദൂരത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? തരംഗ ദൈർഘ്യം അഥവാ വേവ് ലെങ്ത് എന്ന് പറയുക. ഇത് ഒരു കംപ്രഷൻ്റെയും ഒരു റെയർഫ്രാക്ഷനും ഇടയിലുള്ള ദൂരമാണ്. ഒരു ഉച്ചമർദ്ദ മേഖലയ്ക്കും ഒരു നീചമർദ്ദ മേഖലയ്ക്കും ഇടയിലുള്ള ദൂരമാണ് ഇവർ നൽകിയിരിക്കുന്നത്. അതായത് വേവ് ലെങ്ത്തിൻ്റെ പകുതി ദൂരമാണ് ചോദ്യത്തിനകത്ത് നൽകിയിരിക്കുന്നത്. λ/2 എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 17.5. അതാണ് 17.5 എന്ന് പറഞ്ഞ് അവർ ചോദ്യത്തിനകത്ത് നൽകി. സെൻറ്റിമീറ്ററിലാണ്, സോ സെൻറ്റിമീറ്ററിൽ കൊടുക്കാം. 17.5 സെൻറ്റിമീറ്റർ. നമുക്ക് വേവ് ലെങ്ത് കണ്ടുപിടിച്ചാലോ? വേവ് ലെങ്ത് ഈക്വൽ ടു 17.5 ഇൻറ്റു 2 ദാറ്റ് ഈസ് ഈക്വൽ എത്ര വരും? 35 സെൻറ്റിമീറ്റർ എന്ന് വരും. സോ വേണമെങ്കിൽ മീറ്ററിലോട്ട് മാറ്റാം. ഇൻറ്റു 10⁻² അല്ലെങ്കിൽ 100 കൊണ്ട് ഹരിക്കുക. 0.35 മീറ്റർ. സോ നമുക്ക് വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും 0.35 മീറ്റർ. SI യൂണിറ്റിലോട്ട് മാറ്റണോ എന്ന് ചോദിച്ചാൽ മാറ്റുന്നതാണ് ഏറ്റവും ഉചിതം. മാറ്റുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, റൈറ്റ്. എല്ലാ കേസിലും അങ്ങനെ മാറ്റേണ്ട വരില്ല, പക്ഷേ ഇവിടെ നമുക്ക് മാറ്റുന്നത് വളരെ കൺവീനിയൻ്റ് ആയിരിക്കും കേട്ടോ. സോ ഒന്നാമത്തെ കാര്യം കണ്ടുപിടിച്ചു, വേവ് ലെങ്ത്. ദർ ഈസ് എ ബി ക്വസ്റ്റ്യൻ. എന്താ ബി ക്വസ്റ്റ്യൻ പറയുന്നത്? വി ഹാവ് ടു ഫൈൻഡ് ദ ഫ്രീക്വൻസി. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് തരംഗ ദൈർഘ്യം അഥവാ ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ഫോർമുലയൊക്കെ നിങ്ങൾക്കറിയാം. V ഈക്വൽ ടു ന്യൂ ലാംഡയാണ്. സോ ന്യൂ ഈക്വൽ ടു V/λ എന്ന് പറയാം. ഇതാണ് ഫോർമുല. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഫോർമുലയാണ്, നമ്മൾ ഓൾറെഡി വർക്കൗട്ട് ചെയ്ത ഫോർമുലയാണ്. പക്ഷെ നമ്മുടെ കൈവശം എന്തില്ല? V ഇല്ല, സ്പീഡില്ല. സ്പീഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അവർ നമുക്കൊരു സാധനം തന്നിരിക്കുന്നത്. സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? ഡിസ്റ്റൻസ് എത്രയാണ്? 1400 മീറ്റർ 2 സെക്കൻഡ് കൊണ്ട് കവർ ചെയ്തു എന്ന് പറയുന്നു. സോ 1400/2 ഈക്വൽ ടു 700 മീറ്റർ പെർ സെക്കൻഡ്. കാരണം എല്ലാം SI യൂണിറ്റിലാണ്, മീറ്റർ പെർ സെക്കൻഡിലാണ്. സോ അതുകൊണ്ടാണ് ഞാൻ വേവ് ലെങ്ത് മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തത്. സോ സ്പീഡ് കിട്ടി. ഇനി ന്യൂ ഈക്വൽ ടു എന്ത് എഴുതാം? V/λ. V എത്രയാണ്? 700 ആണ്. ലാംഡ എത്രയാണ്? 0.35 ആണ്. സോ 700/0.35. ഉത്തരം എത്രയാണ്? 2000 ഹെർട്സ് എന്ന് കിട്ടും കേട്ടോ. ആൻസർ വിൽ ബി 2000 ഹെർട്സ്. കൃത്യമായിട്ട് മനസ്സിലായില്ലേ? വളരെ നിസ്സാരമായ ചോദ്യമാണ്, ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ചോദ്യമാണ്. ക്രിസ്റ്റൽ ക്ലിയർ ആണ് എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. സൗണ്ടിൽ നിന്ന് ഇത്തരം ക്വസ്റ്റ്യൻസ് പഠിക്കുക. പിന്നെ അടുത്ത പോസിബിലിറ്റി, അവരൊരു വേവ് നൽകും. ലൈക്ക് ഇങ്ങനൊരു ചിത്രം നൽകിയിട്ട് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്, അതിൻ്റെ ഫ്രീക്വൻസി എത്രയാണ് എന്ന തരത്തിലുള്ള ചോദ്യങ്ങളും പരീക്ഷകളിൽ ചോദിക്കാറുണ്ട് കേട്ടോ. അടുത്ത കാറ്റഗറിയിലോട്ട് കടക്കുന്നു. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒട്ടും ഒഴിവാക്കാൻ സാധിക്കാത്തൊരു ചോദ്യമാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, അതിൻ്റെ ഇമേജ് ഫോർമേഷൻ. എന്തായാലും പഠിച്ചിരിക്കണം. ഒരു കോംപ്രമൈസും ഞാൻ അതിനകത്ത് നിങ്ങൾക്ക് പറയില്ല. ടെലിസ്കോപ്പും കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും വളരെ പ്രധാനപ്പെട്ടതാണ്, പഠിക്കേണ്ടതാണ്. ഇതാണ് നമ്മുടെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയുക. അതിനകത്ത് 2 ലെൻസുകളുണ്ട്. കണ്ണിനടുത്ത് വയ്ക്കുന്ന ലെൻസിന് ഐപീസ് എന്നും ഒബ്ജക്റ്റിനടുത്ത് വയ്ക്കുന്ന ലെൻസിന് ഒബ്ജക്റ്റീവ് ലെൻസുമാണ് പറയുക. കണ്ണിനടുത്ത് വയ്ക്കുന്ന ലെൻസിന് ഐപീസ് എന്നും ഒബ്ജക്റ്റിനടുത്ത് വയ്ക്കുന്ന ലെൻസിന് ഒബ്ജക്റ്റീവ് ലെൻസ് എന്നുമാണ് പറയുക. ഓക്കെ, റൈറ്റ്. സോ ഒബ്ജക്റ്റീവ് ലെൻസിനെ പറ്റിയും ഐപീസിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്കതിൻ്റെ ഇമേജ് ഫോർമേഷനിലോട്ട് കിടക്കാം. റൈറ്റ്, ദിസ് ഈസ് ദ ഇമേജ് ഫോർമേഷൻ. എല്ലാവരും ശ്രദ്ധിക്കണം.
ഞാൻ ഏറ്റവും ലളിതമായി പറയാം, ഓൾറെഡി പല കുറി ലൈവ് ക്ലാസ്സുകളിലൊക്കെ റിപ്പീറ്റ് ചെയ്ത് പഠിപ്പിച്ച കാര്യമാണ്. എങ്കിലും എനിക്ക് പറയാതൊരു സമാധാനമില്ല. ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് പറഞ്ഞ ഒരു കുഞ്ഞു ലെൻസാണ്, ഐ പീസ് വലിയ ലെൻസാണ്. ഐ പീസിൻ്റെ ഫോക്കൽ ലെങ്ത് ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്തിനേക്കാളും കൂടുതലായിരിക്കും. ഐ പീസിൻ്റെ ഫോക്കൽ ലെങ്ത് ഒബ്ജക്റ്റീവിനേക്കാളും കൂടുതലായിരിക്കും. ഈ കാണുന്നതാണ്, ഈ കുഞ്ഞു മെഴുകുതിരി കാണുന്നുണ്ട്, അതാണ് നമ്മുടെ വസ്തു എന്ന് പറയുന്നത്. അതിൽ നിന്ന് 2 പ്രകാശരശ്മികൾ പോകുന്നു, അതായത് അതിൻ്റെ ഇമേജാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതായത് നമ്മുടെ ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഇമേജാണ് ഈ കാണുന്നത്. അതൊരു റിയലും ഇൻവേർട്ടഡും ലാർജുമായ ഇമേജാണ്. യഥാർത്ഥവും തലകീഴായതും വലുതുമായ ഒരു പ്രതിബിംബമാണ് ഈ കാണുന്നത്. ഇത് നമ്മുടെ ഒബ്ജക്റ്റീവിൻ്റെ പ്രതിബിംബമാണ്. റൈറ്റ്. ഈ ഒബ്ജക്റ്റീവിൻ്റെ പ്രതിബിംബമുണ്ടല്ലോ, ഒബ്ജക്റ്റീവിൻ്റെ ഇമേജ് ഉണ്ടല്ലോ, അത് നമ്മുടെ ഐ പീസിന് ഒബ്ജക്റ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ പ്രതിബിംബം ഐ പീസ് എന്ന് പറയുന്ന ലെൻസിന് വസ്തുവായിട്ടാണ് ആക്ട് ചെയ്യുക. ഒബ്ജക്റ്റീവിൻ്റെ ഇമേജ് ഐ പീസിന് ഒബ്ജക്റ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. റൈറ്റ്. സോ ഇപ്പോൾ കാണുന്ന ഈ ഇമേജ് നമ്മുടെ ഐ പീസ് എന്ന് പറയുന്ന ലെൻസിൻ്റെ എന്താണ്? ഒബ്ജക്റ്റ് ആണെന്ന് വിചാരിക്കുക. ആ ഒബ്ജക്റ്റ് എവിടെയാണ് ഉള്ളത്? ഒബ്ജക്റ്റ് ഉള്ളത് ഐ പീസിൻ്റെ ഫോക്കസിനും ഐ പീസിൻ്റെ ഒപ്റ്റിക് സെൻറ്ററിനും ഇടയിലാണ്. മക്കളെ നിങ്ങൾ പറയടാ, ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്ന ഫോക്കസിനും ഒപ്റ്റിക് സെൻറ്ററിനും ഇടയിലാണെങ്കിൽ അതിൻ്റെ ഇമേജിനെ പറ്റി നമുക്കറിയാലോ. വേണമെങ്കിൽ ഞാനൊന്ന് വരച്ച് കാണിച്ചു തരാം, ശ്രദ്ധിക്കടാ. ഒന്നാമത്തെ ലൈറ്റ് റേ പാരലലി പോയി, അവൻ ഫോക്കസിലൂടെ കടന്നുപോയി. രണ്ടാമത്തെ ലൈറ്റ് റേ ഒപ്റ്റിക് സെൻറ്ററിലൂടെ കടന്നുപോയി. ഈ 2 ലൈറ്റ് റേസിൻ്റെ പ്രത്യേകത എന്താണ്? രണ്ടും അകന്നു പോകുന്ന പ്രകാശരശ്മികളാണ്, ഡൈവേർജിങ് ലൈറ്റ് റേസ് ആണ്. സോ നമ്മൾ ഇവിടെ നിന്ന് നോക്കുന്ന സാഹചര്യത്തിൽ ഈ 2 പ്രകാശരശ്മികളും ഒരു കോമൺ പോയിന്റിൽ നിന്ന് വരുന്ന പോലെ തീർച്ചയായും ഉണ്ട്. സോ ഈ കോമൺ പോയിന്റിലാണ് നമ്മുടെ വലിയ പ്രതിബിംബം ഉണ്ടാവുക. ഇതാണ് നമ്മുടെ ഫൈനൽ ഇമേജ് എന്ന് പറയുന്നത്. സോ ഇത്ര ചെറിയ വസ്തുവിനെ ഇത്ര വലിയ വസ്തുവായിട്ട്, ഇത്ര വലിയ ഇമേജ് ആയിട്ട് നമുക്ക് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലൂടെ കാണാൻ സാധിക്കും. ഫൈൻ. ഇമേജിൻ്റെ ഒക്കെ പ്രത്യേകതകൾ ഓരോന്നായിട്ട് നിങ്ങൾ പഠിക്കുക. ഒബ്ജക്റ്റീവിൻ്റെ പ്രതിബിംബമാണെങ്കിൽ, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഇമേജിൻ്റെ ഫീച്ചേഴ്സ് ആണെങ്കിൽ അത് റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, ലാർജ് ആണ്, യഥാർത്ഥമാണ്, തലകീഴായതാണ്, വലുതാണ്. ഇനി ഐ പീസിൻ്റെ പ്രതിബിംബത്തിൻ്റെ സവിശേഷത എന്താണ്? അത് വെർച്വൽ ആണ്, ഇറക്റ്റ് ആണ്, ലാർജ് ആണ്. ഇറ്റ് ഈസ് എ വെർച്വൽ, ഇറക്റ്റ്, ലാർജ്. മിഥ്യയാണ്, നിവർന്നതാണ്, വലുതാണ്. രണ്ടും നിങ്ങൾ പഠിക്കണം, പരീക്ഷകളിൽ ചോദിക്കാറുണ്ട് കേട്ടോ. അടുത്തത്, ഈ ചാപ്റ്ററിൽ ഇമേജ് ഫോർമേഷൻ ഓറിയൻറ്റഡ് ആയിട്ട് അടുത്ത പരീക്ഷയിൽ ചോദിക്കാൻ പോസിബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ കാണുന്നത്. യെസ്, ഇറ്റ് ഈസ് എ പോസിബിൾ ക്വസ്റ്റ്യൻ. അടുത്തൊരു സാധ്യമായ ചോദ്യമാണ് കാണുന്നത്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട ചോദ്യമാണ്. ഇതിൻ്റെ ഇമേജ് ഫോർമേഷൻ കംപ്ലീറ്റ് ചെയ്യുക, ഇമേജിൻ്റെ പ്രത്യേകത എഴുതുക. ഞാൻ ഓൾറെഡി നമ്മുടെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ മെൻഷൻ ചെയ്ത കാര്യം തന്നെയാണ്. അതായത് ഫോക്കസിനും ഒപ്റ്റിക് സെൻറ്ററിനും ഇടയിലാണ് ഇവിടെ വസ്തു വെച്ചിരിക്കുന്നത്. നമ്മുടെ വസ്തു ഉള്ളത് ഫോക്കസിനും ഒപ്റ്റിക് സെൻറ്ററിനും ഇടയിലാണ്. വസ്തു ഫോക്കസിനും ഒപ്റ്റിക് സെൻറ്ററിനും ഇടയിലാണെങ്കിൽ ഇമേജിൻ്റെ സവിശേഷത എന്താ മക്കൾ എല്ലാവരും തിരിച്ചറിയണം. ഇമേജ് ഉറപ്പായും എങ്ങനെയുള്ളതായിരിക്കും? യെസ്, നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതുപോലെ വെർച്വലും ഇറക്റ്റും മാഗ്നിഫൈഡും ആയ ഒരു ഇമേജാണ് നമുക്ക് ലഭിക്കുക. റൈറ്റ്. സോ ഈ ഇമേജ് ഫോർമേഷൻ വലിയ പ്രാധാന്യം കൊടുക്കണം. പലകുറി ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചതാണ്. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇമേജിൻ്റെ പ്രത്യേകത വെർച്വലും ഇറക്റ്റും ലാർജും ആയിരിക്കും. ഇതേ പ്രയോറിറ്റി കൊടുക്കുന്ന മറ്റൊരു പൊസിഷനാണ്. ഇവിടെയുള്ള പൊസിഷൻ നമുക്കറിയാം എഫിനും ഒയ്ക്കും ഇടയിലാണ്. ഇതേപോലെ തന്നെ പ്രാധാന്യം കൊടുക്കേണ്ട ഒരെണ്ണമാണ് 2F എന്ന് പറയുക. 2Fൽ വെച്ച് കഴിഞ്ഞാൽ 2Fൽ തന്നെയായിരിക്കും പ്രതിബിംബം ഉണ്ടാവുക. അത് റിയലും ഇൻവേർട്ടഡും സെയിം സൈസും ആയിരിക്കും. അതും പരീക്ഷകളിൽ റിപ്പീറ്റ് ചെയ്ത് കാണാറുണ്ട് കേട്ടോ. അടുത്തത്, ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു 3 മാർക്കിൻ്റെ ന്യൂമറിക്കൽ കൂടി വർക്കൗട്ട് ചെയ്താലോ? ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു 3 മാർക്കിൻ്റെ ന്യൂമറിക്കൽ ശ്രദ്ധിക്കണം മക്കളെ. ഒരു കോൺകേവ് ലെൻസ് ഉണ്ട്. ഏത് ലെൻസാണ്? സാധാരണ ലെൻസ് അല്ല, കോൺകേവ് ലെൻസ് ആണ്. അതിൻ്റെ ഫോക്കൽ ലെങ്ത് 20 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് 2 സെൻറ്റിമീറ്റർ ആണ്. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് 30 സെൻറ്റിമീറ്റർ ആണ്. ഇത്രയും കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഫോക്കൽ ലെങ്ത് നൽകിയിട്ടുണ്ട്, ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് നൽകിയിട്ടുണ്ട്, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് നൽകിയിട്ടുണ്ട്. മലയാളത്തിലുണ്ട് കേട്ടോ, മലയാളത്തിലും ചോദ്യമുണ്ട്. ഫോക്കസ് ദൂരം നൽകിയിട്ടുണ്ട്, അതുപോലെ തന്നെ വസ്തുവിൻ്റെ ഉയരം നൽകിയിട്ടുണ്ട്, വസ്തുവിലോട്ടുള്ള ദൂരവും ചോദ്യത്തിനകത്ത് നൽകിയിട്ടുണ്ട്. ഞാൻ ഗിവൺ ഡാറ്റ എഴുതി തന്നെ തുടങ്ങട്ടെ. ഇതൊരു കോൺകേവ് ലെൻസ് ആയതിനാൽ തന്നെ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആയിരിക്കും. സോ F = -20. ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് പോസിറ്റീവാണ്. അത് എത്രയാണ്? 2 സെൻറ്റിമീറ്റർ അല്ലേ? 2 സെൻറ്റിമീറ്റർ. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എപ്പോഴും നെഗറ്റീവാണ്, അത് -30 സെൻറ്റിമീറ്റർ. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ? ഇതൊക്കെയാണ് ചോദ്യത്തിനകത്ത് നൽകിയിരിക്കുന്നത്. എന്താ കണ്ടുപിടിക്കേണ്ടത്? കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ ഇമേജ്. അതായത് ഇമേജ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം, വി കണ്ടുപിടിക്കണം. വി കണ്ടുപിടിക്കാനുള്ള ഫോർമുല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. V = UF / U + F ആണ്. U എത്രയാണ്? -30 ആണ്. F -20 ആണ്. ഡിവൈഡഡ് ബൈ -30 -20 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 600 ഡിവൈഡഡ് ബൈ -50 എന്ന് വരും. ക്യാൻസൽ ചെയ്യട്ടെ, 0 പോയി. -12 എന്നല്ല കിട്ടുക, -12 സെൻറ്റിമീറ്റർ. സോ നമുക്ക് ഇമേജ് ഡിസ്റ്റൻസ് കിട്ടി, -12 സെൻറ്റിമീറ്റർ.
അടുത്ത കണ്ടുപിടിക്കേണ്ട കാര്യം എന്താ നോക്കിക്കേ, ഹൗ മച്ച് വിൽ ബി ദ മാഗ്നിഫിക്കേഷൻ, ആവർത്തനം എത്രയാണ്, പ്രതിബിംബത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയായിരിക്കും, ആവർത്തനവും സവിശേഷതകളും കണ്ടുപിടിക്കാം. വാടാ മക്കളെ, മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം. എം ഈക്വൽ ടു എന്താണ്, എം ഈക്വൽ ടു വി ബൈ യു, എം ഈക്വൽ ടു വി ബൈ യു ആണ്. വി എത്രയാണ്, -12, -12 ഡിവൈഡ് ബൈ യു എത്രയാണ്, യു എന്ന് പറഞ്ഞാൽ -30 ആണ്. -12 ബൈ -30 എന്ന് പറഞ്ഞാൽ 0.4 എന്നാണ് കിട്ടുക. സോ മാഗ്നിഫിക്കേഷൻ അഥവാ ആവർത്തനം 0.4 ആണ്. നമുക്കറിയാം മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെങ്കിൽ അതൊരു വെർച്വൽ ഇമേജ് ആണ്, മിഥ്യാപ്രതിബിംബമാണ്. വെർച്വൽ ഇമേജുകളെല്ലാം എങ്ങനെയുള്ളതായിരിക്കും, ഇറക്റ്റ് ആയിരിക്കും, നിവർന്നതായിരിക്കും. മാഗ്നിഫിക്കേഷൻ്റെ മോഡുലസ് വാല്യൂ എടുത്താലോ, മോഡുലസ് ഓഫ് 0.4 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.4. അത് ഒന്നിനേക്കാളും ചെറുതല്ലേ. മാഗ്നിഫിക്കേഷൻ്റെ മോഡുലസ് ഒന്നിനേക്കാളും ചെറുതാണെങ്കിൽ എങ്ങനെയുള്ള പ്രതിബിംബമാണ്, അതൊരു സ്മോൾ ഇമേജ് ആയിരിക്കും, ചെറുതായിരിക്കും. റൈറ്റ്, കൃത്യമായിട്ട് മനസ്സിലായില്ല, അടിപൊളിയായിട്ട് മനസ്സിലായി. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. വേണമെങ്കിൽ ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. അത് എം ഈക്വൽ HI/H0 വെച്ചിട്ട് നമുക്ക് ഹൈറ്റ് ഓഫ് ദി ഇമേജും കാൽക്കുലേറ്റ് ചെയ്യാം. ഇത്തരം ക്വസ്റ്റ്യൻസിന് വലിയ പ്രാധാന്യം കൊടുക്കുക, പരീക്ഷകളിൽ ചോദിക്കാറുണ്ട് കേട്ടോ. നമുക്ക് മാഗ്നറ്റിസം ഓറിയൻറ്റഡ് ആയ ഒരു ക്വസ്റ്റ്യൻ ചെയ്താലോ, ഒരേ ഒരു ചോദ്യമുള്ളൂ, അധികം ചോദ്യമില്ല. മാഗ്നറ്റിസം ഓറിയൻറ്റഡ് ഒരേ ഒരു ചോദ്യം, മോട്ടറൊക്കെ ചോദിക്കാറുണ്ട് എങ്കിലും ഒരു സിമ്പിൾ ചോദ്യം കേട്ടോ. ഒരു സോളിനോയിഡ് ഉണ്ട്, ഒരു സെല്ല് കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരു സ്വിച്ച് ഉണ്ട്, അടുത്ത് തന്നെ ഒരു നീഡിലുണ്ട്, മാഗ്നറ്റിക് നീഡിലുണ്ട്. ഓക്കെ, വിച്ച് പോൾ ഓഫ് ദ മാഗ്നറ്റിക് നീഡിൽ ഈസ് അട്രാക്റ്റഡ് ടു ബി, ബിയുമായിട്ട് അട്രാക്ട് ചെയ്യപ്പെടുന്ന മാഗ്നറ്റിക് നീഡിലിൻ്റെ പോൾ ഏതാണ് എന്നാണ് ചോദ്യം. മലയാളത്തിലുണ്ട്, സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ കാന്തസൂചിയുടെ ഏത് ധ്രുവമാണ് ബിയിലേക്ക് ആകർഷപ്പെടുക. സിമ്പിൾ അല്ലേ മക്കളെ, വളരെ സിമ്പിളായ കാര്യമാണ്. നമുക്കറിയാം ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഒഴുകുകയാണെങ്കിൽ അത് സൗത്ത് പോളാണ്, ആൻറ്റി ക്ലോക്ക് വൈസിൽ ഡയറക്ഷനിൽ കറണ്ട് ഒഴുകുകയാണെങ്കിൽ അത് നോർത്ത് പോളാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. സോ വാട്ട് എവർ ഇറ്റ് മേ ബി. സോ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്, പ്രദക്ഷിണ ദിശയിലാണെങ്കിൽ അത് സൗത്ത് പോളാണ്. ഇവിടെ കറണ്ട് ഒഴുകുന്ന ഏത് ഡയറക്ഷനിലാണ്, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലല്ലേ. സോ ഇത് സൗത്ത് പോളായിരിക്കും, ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ നോർത്ത് പോളായിരിക്കും. സോ സോളിനോയിഡിന്റെ എ എന്ന് പറയുന്ന അഗ്രം സൗത്തും ബി എന്ന് പറയുന്ന അഗ്രം എന്താണ്, നോർത്ത് പോളുമാണ് എന്ന കാര്യം മനസ്സിലായി. സോ മക്കളെ, ഈ നോർത്ത് പോളുമായിട്ട് അട്രാക്ട് ചെയ്യാൻ സാധ്യതയുള്ള മാഗ്നറ്റിന്റെ പോൾ ഏതായിരിക്കും, നോർത്ത് ആയിട്ട് എപ്പോഴും സൗത്ത് പോളല്ലേ അട്രാക്ട് ചെയ്യുക. സോ മാഗ്നറ്റിന്റെ സൗത്ത് പോളായിരിക്കും സോളിനോയിഡിന്റെ നോർത്ത് പോളുമായിട്ട് അട്രാക്ട് ചെയ്യുക. സോ ആൻസർ എന്താണ്, സൗത്ത് പോളായിരിക്കും കേട്ടോ. ആൻസർ സൗത്ത് പോളായിരിക്കും. കൃത്യമായിട്ട് മനസ്സിലാക്കുക. ബി എന്ന് പറയുന്ന എൻഡ് നോർത്ത് പോളാരിറ്റിയിലായിരിക്കും ഉണ്ടാവുക. സോ നോർത്തുമായിട്ട് അട്രാക്ട് ചെയ്യുന്ന മാഗ്നറ്റിന്റെ പോളാരിറ്റി ഏതായിരിക്കും, അത് സൗത്ത് ആണ്. സോ മാഗ്നറ്റിന്റെ സൗത്ത് ആണ് നോർത്തുമായിട്ട് അട്രാക്ട് ചെയ്യുക. സോ മാഗ്നറ്റിന്റെ പോൾ ഏതാണെന്ന ചോദ്യം. സോ ഉത്തരം സൗത്ത്. എക്സ്പ്ലെയിൻ ഹൗ യു അറൈവ്ഡ് ദ ആൻസർ. ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് ഈ കാര്യങ്ങൾ പറയുക. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ സൗത്ത് ആണ്, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് ഒഴുകുന്നതെങ്കിൽ നോർത്ത് പൊളാരിറ്റിയാണ് കിട്ടുക എന്ന കാര്യം മനസ്സിലാക്കുക. സജസ്റ്റ് 2 മെത്തേഡ് ടു ഇൻക്രീസ് ദ മാഗ്നറ്റിക് സ്ട്രെങ്ത്. കാന്തിക ശക്തി വർദ്ധിപ്പിക്കാനുള്ള 2 മാർഗ്ഗങ്ങൾ. എന്തൊക്കെ ഇൻക്രീസ് ചെയ്യാൻ നമുക്ക്, കറണ്ട് കൂട്ടാം, കറണ്ട് കൂടിയാൽ മാഗ്നറ്റിക് സ്ട്രെങ്ത് കൂടും. നമ്പർ ഓഫ് ടേൺസ് കൂട്ടാം, ചുറ്റുകളുടെ എണ്ണം കൂട്ടാം. ഈ 2 മാർഗ്ഗങ്ങളിലൂടെ നമുക്ക് എന്ത് കൂട്ടാൻ സാധിക്കും, ഈ പറയുന്ന സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടാൻ സാധിക്കും. ഒന്നാമത്തെ കറണ്ട് ഇൻക്രീസ് ചെയ്യുക, രണ്ടാമത്തെ നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ സോളിനോയിഡ് ഇൻക്രീസ് ചെയ്യുക, സോളിനോയിഡിന്റെ ചുറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക. ഈ 2 മാർഗ്ഗങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുക കേട്ടോ. അടുത്തത് ലാസ്റ്റ് ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാൻ 2 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓറിയൻറ്റഡ് ആയ ക്വസ്റ്റ്യൻ എന്തായാലും പരീക്ഷയിൽ ചോദിക്കും. സോ അത്തരത്തിലുള്ള 2 ചോദ്യങ്ങളാണ് എൻ്റെ അനിയന്മാരെയും അനിയത്തിമാരെയും ഞാൻ കാത്തു വെച്ചിരിക്കുന്നത്. സിമ്പിളായ ക്വസ്റ്റ്യൻസ് ആണ്, വലിയ ബുദ്ധിമുട്ടില്ല. ഇതൊരു ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ ആണ്. ഫോഴ്സ് അവർ നൽകിയിട്ടുണ്ട്. എ ഫോഴ്സ് ഓഫ് 40 ന്യൂട്ടൺ വാസ് അപ്ലൈഡ് ഓൺ എ നെയിൽ പുള്ളർ ടു പുൾ എ നെയിൽ. ആണി എടുക്കാൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എത്രയാണ്, 40 ന്യൂട്ടൺ ആണ്. അവിടെയുള്ള മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എത്രയാണ്, 3 ആണ്. എങ്കിൽ ലോഡ് കണ്ടുപിടിക്കുക. എളുപ്പമുള്ള ചോദ്യമാണ്. 2 മാർക്കിൻ്റെ കാറ്റഗറിയിൽ ഇത്തരം ചോദ്യം ചോദിക്കാറുണ്ട്. 2 മാർക്കിൻ്റെ കാറ്റഗറിയിൽ ഇത്തരം ചോദ്യം ചോദിക്കാറുണ്ട്. നമ്മൾ കൊടുക്കുന്ന എഫേർട്ടാണ് ആക്ച്വലി ഫോഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. സോ എഫേർട്ട് എത്രയാണ് ശ്രദ്ധിക്കണം. എഫേർട്ട് ഈക്വൽ ടു 40 ന്യൂട്ടൺ. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എത്രയാണ്, അത് 3 ആണ്. യാന്ത്രിക ലാഭം അഥവാ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ 3 ആണ്. കണ്ടുപിടിക്കണം എന്താണ്, വി ഹാവ് ടു ഫൈൻഡ് ദ ലോഡ്. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട ലോഡാണ്, ശരിയല്ലേ. വാട്ട് വുഡ് ബി ദ ലോഡ് അപ്ലൈഡ് ബൈ ദ നെയിൽ, ലോഡാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇവ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, നിങ്ങൾക്ക് അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈക്വൽ ടു ലോഡ് ഡിവൈഡഡ് ബൈ എഫേർട്ട്. ഇതാണ് ഫോർമുല. ഇതിൽ നിന്ന് ലോഡ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമല്ലേ, ഇതിൽ നിന്ന് ലോഡ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്, ശരിയല്ലേ. ഇതിന് മലയാളം ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. യാന്ത്രിക ലാഭം എന്ന് പറഞ്ഞാൽ രോധം ഡിവൈഡഡ് ബൈ യജ്ഞമാണ്, ശരിയല്ലേ. സോ അതിനെ റീഅറേഞ്ച് ചെയ്തിട്ട് നമുക്ക് രോധം കണ്ടുപിടിക്കാം അഥവാ ലോഡ് കണ്ടുപിടിക്കാം. ലോഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല അറിയാലോടാ, റീഅറേഞ്ച് ചെയ്തേ. ലോഡ് ഈക്വൽ ടു മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇൻറ്റു എഫേർട്ട്.
മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എത്രയാണ്? 3 എഫേർട്ട് 40 സോ ആൻസർ 120 ന്യൂട്ടൺ. ഉത്തരം എത്രയാണ്? 120 ന്യൂട്ടൺ ആണ്. പരീക്ഷകളിൽ ഇത്തരം ചോദ്യം ഒരു 2 മാർക്കിന്റെ കാറ്റഗറിയിൽ ചോദിക്കാം കേട്ടോ. ദിസ് ഈസ് എ 2 മാർക്കിന് പോസിബിലിറ്റി ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പഠിക്കേണ്ട ചോദ്യമാണ്. നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കടന്നാലോ? നമ്മുടെ അവസാന ചോദ്യങ്ങളിലോട്ട് കടക്കുന്നു. ശ്രദ്ധിക്കടാ, എല്ലാവരും ശ്രദ്ധിക്കടാ, വളരെ പ്രധാനപ്പെട്ട അവസാന ചോദ്യം കേട്ടോ. സ്ക്രൂ ജാക്സ് ആർ യൂസ്ഡ് ടു ലിഫ്റ്റ് ഒബ്ജക്ട് ഈസിലി. നമുക്ക് എല്ലാവർക്കും അറിയാം, സ്ക്രൂ ജാക്ക് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? വസ്തുക്കളെ മുകളിലോട്ട് ഉയർത്താൻ വേണ്ടി സാധിക്കും എന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 30 സെന്റിമീറ്റർ ലെങ്ത് ഓഫ് എ ത്രെഡഡ് റീജിയൻ ഓഫ് ദ സ്ക്രൂ കണ്ടെയ്ൻസ് 15 സ്ക്രൂ ത്രെഡ്സ്. അതായത് 30 സെന്റിമീറ്റർ നീളമുള്ള ത്രെഡഡ് റീജിയനകത്ത് 15 സ്ക്രൂ ത്രെഡുകളുണ്ട്. ലെങ്ത് നൽകിയിട്ടുണ്ട്, അതിൽ നമ്പർ ഓഫ് സ്ക്രൂ ത്രെഡ്സ് എത്രയാണ്? 15 എണ്ണമാണെന്ന് പറയുന്നുണ്ട്. ദ ലെങ്ത് ഓഫ് ദ ഈച്ച് ത്രെഡ്, ഓരോ ത്രെഡിന്റെയും നീളം എത്രയാണ്? 10 സെന്റിമീറ്റർ ആണ്. ഓരോ ത്രെഡിന്റെയും നീളം 10 സെന്റിമീറ്റർ ആണെന്ന് ചോദ്യത്തിൽ പറയുന്നു. ഈ ചാപ്റ്റർ വിശദമായി തന്നെ നിങ്ങൾക്ക് JK സാർ എടുത്താണ്. കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ പിച്ചും അതുപോലെ തന്നെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജുമാണ്. സോ ആദ്യം എന്താണ് പിച്ച് എന്ന കാര്യം ഞാൻ പറയാം. പിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 കോൺസിക്യൂട്ടീവായ സ്ക്രൂ ത്രെഡുകൾ തമ്മിലുള്ള അകലത്തിനെയാണ് പിച്ച് എന്ന് പറയുക. ശരിയല്ലേ? പിച്ച് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് സ്ക്രൂ ത്രെഡ്സ്. 2 അടുത്തുള്ള സ്ക്രൂ ത്രെഡുകൾ തമ്മിലുള്ള അകലത്തിനെയാണെന്ന് പറയുക പിച്ച് എന്ന് പറയുക. സോ പിച്ച് കണ്ടുപിടിക്കാനുള്ള ഫോർമുല, പിച്ച് അതാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. പിച്ച് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഒന്നും വേണ്ട, സിമ്പിൾ ആണ്. നോക്കണം, നമുക്കറിയാം ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ 30 ആണ്. അതിനകത്ത് 15 സ്ക്രൂ ത്രെഡുകളുണ്ട്. 30 സെന്റിമീറ്ററിൽ 15 സ്ക്രൂ ത്രെഡുകളുണ്ട് എങ്കിൽ 2 സ്ക്രൂ ത്രെഡുകൾ തമ്മിലുള്ള അകലം എത്രയാണ്? സിമ്പിൾ അല്ലേ? 2 സ്ക്രൂ ത്രെഡുകൾ തമ്മിലുള്ള അകലം എന്ന് പറഞ്ഞാൽ 30/15 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 സെന്റിമീറ്റർ. പിച്ച് നമുക്ക് കിട്ടി എത്രയാണ്? 2 സെന്റിമീറ്റർ ആണ്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിച്ചാലോ? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞു വെച്ചാൽ ലെങ്ത് ഡിവൈഡ് ബൈ പിച്ചാണ്. എന്താ പറയുക? ഒരു ത്രെഡിന്റെ നീളം ഡിവൈഡ് ബൈ പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും. എത്രയാണ് ഒരു ത്രെഡിന്റെ നീളം? ഒരു ത്രെഡിന്റെ നീളം എന്ന് പറഞ്ഞാൽ 10 സെന്റിമീറ്റർ ആണ്. ലെങ്ത് ഓഫ് 1 ത്രെഡ് ആണ്. ലെങ്ത് ഓഫ് 1 ത്രെഡ് വേണമെങ്കിൽ ഞാൻ അങ്ങനെ എഴുതാം. ലെങ്ത് ഓഫ് 1 ത്രെഡ്, ഒരു ത്രെഡിന്റെ നീളം ഡിവൈഡ് ബൈ പിച്ച്. സോ ആൻസർ ഈക്വൽ ടു 10/2. ഉത്തരം എത്രയാണ്? 5 എന്ന് കിട്ടും. സോ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഈക്വൽ ടു 5. ക്ലിയർ അല്ലേ? കൃത്യമായിട്ട് മനസ്സിലായില്ലേ? ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. ഈ ചാപ്റ്ററിന്റെ ഒരു 1 ഷോട്ട് റെക്കോർഡഡ് കോണ്ടന്റ് കൂടി നിങ്ങൾക്ക് JK സാറ് ഇട്ട് തന്നിട്ടുണ്ട്. സോ ഇതിൽ നിന്നുള്ള കൂടുതൽ ചോദ്യങ്ങൾ ഇന്നത്തെ ലൈവിലും സാർ എന്തായാലും ഡിസ്കസ് ചെയ്യും. സോ എല്ലാവർക്കും ഈ ചോദ്യം മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. അടിപൊളിയായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ചോദ്യങ്ങൾ ആദ്യം പഠിക്കുക. ഈ ചോദ്യങ്ങൾ മാത്രം പഠിച്ച് പരീക്ഷിക്കുവാൻ എന്നും ഞാൻ പറയാറില്ല. ഈ ചോദ്യങ്ങൾക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക, ഇതെല്ലാം സെറ്റാക്കുക. പിന്നെ ബാക്കിയുള്ള നമ്മുടെ മാരത്തോൺ ലൈവിലൂടെ ബാക്കിയുള്ള മുഴുവൻ ചോദ്യങ്ങളും അടിപൊളിയാക്കാം. കോൺഫിഡൻ്റ് ആയിരിക്കുക, ഒരു ടെൻഷനും വേണ്ട. ഇതൊരു മോഡൽ എക്സാം ആണ്. ആ രീതിയിൽ അപ്രോച്ച് ചെയ്താൽ മതി. അയ്യോ തല പുകഞ്ഞിട്ട്, അയ്യോ 2 സബ്ജക്റ്റ് എന്നെ കൊടുത്ത്, കൂളായിട്ട് പരീക്ഷയെ അപ്രോച്ച് ചെയ്യുക. വളരെ കൂളായിട്ട് പരീക്ഷയെ അപ്രോച്ച് ചെയ്യുക. നല്ല മാർക്ക് തന്നെ കിട്ടും. കോൺഫിഡൻ്റ് ആയിരിക്കുക. സോ ഗൈസ്, ലവ് യു ഓൾ. ഇന്നത്തെ ലൈവിൽ മറക്കരുത്, എല്ലാവരും ഉണ്ടായിരിക്കണം. തകർക്കാം നമുക്ക്. കാണാം. ബൈ.